ആദ്യകാലത്തെ വേർപാട് സഭക്കാർ, പെന്തക്കോസുകാരും ബ്രദറുകാരും, അവര് ലാളിത്യത്തിന് വേണ്ടി ഈ ആർഭാടം വർജിക്കുകയാണ് ഉണ്ടായത്. അതൊരു ആവശ്യമായ ഘടകമായിരുന്നു, ലാളിത്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് സഭകൾ സാമ്പത്തികപരമായിട്ടും മറ്റും ഉയർന്ന ശ്രേണിയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന ഒരു ബോധ്യം ആളുകൾക്കുണ്ടായി. വിശേഷിച്ച് ആഭരണം ഒഴിവാക്കുന്നവർ കൂടിയ വീടുകളിൽ താമസിക്കുന്നുണ്ട്, കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആഭരണം മാത്രം വർദ്ധിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ബൈബിളിൽ ഒരിടത്തും വിശ്വാസികൾ ആഭരണം ഉപയോഗിക്കരുതെന്നുള്ള വ്യക്തമായ തെളിവില്ല. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിൽ മണർകാട് എന്ന സ്ഥലത്താണ്. മണർകാട് വലിയ പ്രശസ്തമായ സ്ഥലമാണ്. ഒരു വലിയ പള്ളി ഇവിടെയുണ്ട്, പ്രശസ്തമായ പള്ളി. അപ്പോൾ ഇന്ന് ഒരു കർത്താവിൻ്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ OJ ജോൺ. OJ ജോൺ സാറിനെ കുറിച്ച് പെന്തക്കോസ്റ്റൽ ബ്രദറൻ സഭയിലൊക്കെ ഉള്ളവർക്ക് നന്നായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും നിരൂപകനും ചിന്തകനും വിമർശകനും ഒക്കെയാണ്. അതായത് ഏതാണ്ട് 48-ലധികം പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ചില വിവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രശസ്തമായ ചില പുസ്തകങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക മനുഷ്യൻ, ദിവ്യ സന്ദേശങ്ങൾ, പ്രവചന ശബ്ദം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇങ്ങനെ ഏതാണ്ട് 48-ലധികം പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ നല്ലപോലെ ദൈവവചനം അറിയാവുന്ന ഒരു പണ്ഡിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ OJ ജോൺ. ഈ സാറിൻ്റെ ലൈബ്രറിയൊക്കെ ഞാനൊന്ന് കണ്ടു. ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്, വളരെ വില പിടിച്ചതായിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 2 മുറി നിറച്ച് പുസ്തകങ്ങളാണ്, ഇതുണ്ടോ? അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതെല്ലാം ഇദ്ദേഹം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പം ഇന്ന് ഈ സാറിൻ്റെ ജീവിതാനുഭവം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു എഴുത്തുകാരനായി തീരാനും അതോടൊപ്പം തന്നെ സുവിശേഷ വേലയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നോർത്ത് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇത് മറ്റുള്ളവർക്കൊരു വലിയ പ്രയോജനമായി തീരട്ടെ. സാറിൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഉള്ള ഇത്രയും പുസ്തകങ്ങൾ എഴുതുവാനും, ഇത്രയും പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ തന്നെ എത്രയും പുസ്തകങ്ങൾ വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. അപ്പം എന്തായാലും ഇത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറേ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിൻ്റെ പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഏതു സഭയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാമോ? OJ ജോൺ, കോട്ടയം ജില്ലയിൽ മണർകാട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അവർ നേഴ്സുമാരാണ്. ഓക്കെ. ഏതു സഭയുമായി ബന്ധപ്പെട്ടാണ് സാറ് നിൽക്കുന്നത്? ബ്രദറൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. സാറ് ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? CSI പശ്ചാത്തലത്തിലാണ്. ഓക്കെ. മാതാപിതാക്കൾക്കൊക്കെ എന്തായിരുന്നു ജോലി? മാതാവിന് ജോലിയില്ലായിരുന്നു. പിതാവ് റബ്ബർ ബോർഡിൽ ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു. ഓക്കെ. സാറ് പഠിച്ചതൊക്കെ അതായത് ഡിഗ്രി വരെ പഠിച്ചത് ഏത് സ്കൂള് കോളേജുകളിലാണ്? പാലാ സെന്റ് തോമസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അതിനുശേഷം പ്രൈവറ്റായിട്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ BA എടുത്തു. ഓക്കെ. ഒരു CSI പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സാറ് എങ്ങനെയാണ് പിന്നീട് ഒരു പെന്തക്കോസ്റ്റൽ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? അതിനെന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടോ? എൻ്റെ പശ്ചാത്തലം, മാതാവും എൻ്റെ മൂത്ത സഹോദരനും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നുപോയി. ആ സമയം എനിക്ക് 6-7 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ.
അവർ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അവർ രക്ഷാനുഭവം അങ്ങനെ പ്രാപിച്ചത് കൊണ്ടുപോയതാണ്. പിന്നീട് സാറ്? ഞാൻ പെന്തക്കോസ്തിൽ സൺഡേ സ്കൂൾ പഠിക്കുകയും സഭായോഗത്തിന് പോവുകയും ചെയ്തു വന്നിരുന്നു. സൺഡേ സ്കൂൾ പഠനത്തിലൂടെയാണ് പിന്നീട് ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നല്ലേ? അതെ. പിന്നീട് സാറ് ഒരു സുവിശേഷകനായി തീരണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം എന്താണ്? 20ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഞാൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഈ അവസ്ഥയിൽ തുടർന്നാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം വളരെയധികം പരാജയപ്പെടും. ഉടനെ ബൈബിൾ സ്കൂളിലേക്ക് കടന്നുപോയി സുവിശേഷ പ്രവർത്തകനായി തീരണം എന്ന് തീരുമാനിച്ചു. അതിനുള്ള വിളിയുമുണ്ടായി. പിന്നീട് സാറ് ഏതൊക്കെ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? ഞാൻ ആദ്യമായിട്ട് മണക്കാലയിലുള്ള തിയോളജി സെമിനാരിൽ 1 വർഷം പഠിച്ചു. ശേഷം ബാംഗ്ലൂരിലുള്ള ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് BD പാസ്സായി. ഓക്കെ. പിന്നീട് തിയോളജിക്കൽ കോളേജ് പഠനം കൽക്കട്ടയിലുള്ള അയാട്ടയിലാണ് MTHും PhDയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറേറ്റ് സാറിനുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സഭാ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രവർത്തിച്ചത്? ഞാൻ ആദ്യമായിട്ട് പ്രവർത്തനം നടത്തിയതെങ്കിൽ ബൈബിൾ കോളേജിൽ ടീച്ചറായി തീർന്നത് പത്തനംതിട്ടയിലുള്ള ഒരു ബൈബിൾ സ്കൂളാണ്. അതായത് പിന്നീട് ഈ ബൈബിൾ കോളേജ് അധ്യാപകനായിട്ട് മാറുകയായിരുന്നല്ലേ? മാറുകയായിരുന്നു. പറഞ്ഞു. അതിനുശേഷം നാഗാലാൻഡിൽ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. തുടർന്ന് നാട്ടിലേക്ക് കടന്നു വന്ന് വേർപാട് സഭകളുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. സാർ, ഈ പെന്തക്കോസ്തൽ സഭയിൽ നിന്ന് ഈ വേർപാട് സഭയിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താ? പ്രധാനമായിട്ടും അന്യഭാഷയോട് ബന്ധപ്പെട്ടാണ്. അല്ല, അത് എന്താണ് അതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ചൊന്ന് പറയാമോ? അത് എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യഭാഷ ഇപ്പോൾ പറയുന്നത് സ്വീകാര്യമായി തോന്നിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി. അന്യഭാഷയെക്കുറിച്ചുള്ള പഠനത്തിലാണല്ലോ സാറ് പെന്തക്കോസ്ത് സഭയിൽ. അത് മാത്രമല്ല, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, സഭകൾ സ്വതന്ത്രമാണ് എന്ന ബോധ്യം എനിക്കുണ്ടായി. ഈ പൗരോഹിത്യ സഭകളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പെന്തക്കോസ്തിൽ ഒരു തരം പൗരോഹിത്യം പോലെ ഉണ്ടെന്ന ബോധ്യമാണ് വേർപാട് സഭയിലേക്ക് പോകാൻ മറ്റൊരു കാരണം. അതായത് ഈ പെന്തക്കോസ്തൽ സഭകളിലും മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിലും ഒരു മേധാവിത്വമുണ്ട് അല്ലേ? ഉണ്ട്. അതായത് ഒരു അടിമ വ്യവസ്ഥിതി പോലെ എന്ന് പറയാം. അപ്പൊ അത് ബൈബിൾ പ്രകാരം ഉൾക്കൊള്ളാൻ സാറിന് കഴിഞ്ഞില്ല. അല്ല, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അതായത് എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമാണ്. ആ സഭയോട് സമാനമുള്ള സഭകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാമെന്നല്ലാതെ ഈ സഭകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രസിഡന്റോ ഒരു മഹാപുരോഹിതനെ പോലെയുള്ള ഒരു ബാവയോ പോപ്പോ സഭയ്ക്ക് ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്ന് അന്യഭാഷ സംബന്ധമായ പ്രശ്നം, മറ്റൊന്ന് ഈ സഭയിലുള്ള മേധാവിത്വം. അപ്പോൾ ഇപ്പോൾ ഈ പെന്തക്കോസ്തൽ സഭകളിൽ പറയുന്ന അന്യഭാഷ ഒന്നും അന്യഭാഷകളല്ല എന്നാണോ സാറ് പറയുന്നത്? അന്യഭാഷകളല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഓക്കെ. പിന്നീട് ബ്രദറൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് സാറ് പ്രവർത്തനം ആരംഭിച്ചു. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രവർത്തിച്ചത്? ഞാൻ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കാട്ടാക്കട എന്ന സ്ഥലത്തിന് സമീപമുള്ള മണ്ണടിക്കോണത്ത്. ഓക്കെ. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവാഹിതനായത്. ഒരു കുട്ടി അവിടെ വെച്ചുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്കമാലിയിലേക്ക് പ്രവർത്തനം മാറ്റി. ഓക്കെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ സാറാണോ അവിടെ പ്രവർത്തനം ആരംഭിച്ചത്? അല്ല, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ ഒരു സഭ ആരംഭിച്ചു. അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയ ശേഷം അദ്ദേഹം മറ്റു പ്രവർത്തനത്തിലേക്ക് പോയി. ആ സഭയുടെ വളർച്ചയ്ക്ക് കാരണക്കാരൻ ഞാനാണ്. ഓക്കെ. പിന്നീട് സാർ എവിടെയാണ് പ്രവർത്തിച്ചത്? പിന്നീട് അങ്കമാലിയിൽ 6 വർഷത്തോളം ഞാൻ വേർപാട് സഭയോട് ചേർന്ന് പ്രവർത്തിച്ചു.
സുവിശേഷകനായിട്ടാണോ പ്രവർത്തിച്ചത്? സുവിശേഷകനായിട്ട്. ഓക്കെ. അന്ന് ആ കാലഘട്ടങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഭവന സന്ദർശനം? അന്ന് മഞ്ഞപ്ര, ചാലക്കുടി, കിടങ്ങന്നൂർ തുടങ്ങിയ സ്ഥലം പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ധാരാളം രക്ഷിക്കപ്പെട്ട് ഇന്ന് അവിടെയൊക്കെ സഭകളുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി മുഴുവൻ സുവിശേഷ വേലയിലായിട്ട്? 52 വർഷം കഴിഞ്ഞു. ഇപ്പൊ സാറിന് എത്ര വയസ്സുണ്ട്? 75 കഴിഞ്ഞു. 75 വയസ്സുള്ള സാറ് ഏതാണ്ട് 50-ലധികം വർഷങ്ങൾ അതെ സുവിശേഷ പ്രവർത്തകനായിരുന്നു. ആയിരുന്നു. അപ്പൊ ഈ കാലഘട്ടം കുറച്ച് നാളുകൾ പെന്തക്കോസ്തൽ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. പിന്നീട് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ബ്രദറൻ സഭയുമായി. അല്ല, പെന്തക്കോസ്ത് സഭകൾ ചേർന്ന് പ്രവർത്തിച്ചില്ല, അവിടെ പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പഠിപ്പിക്കുകയും ചെയ്തു കുറച്ച് നാൾ. പിന്നീട് സാറിന്റെ കൂടുതൽ സമയം അധ്യാപനമായിരുന്നു അല്ലെ? അധ്യാപനം. എത്ര വർഷമായിട്ട് ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു? 78 മുതൽ സജീവമായിട്ട് നിരവധി ബൈബിൾ കോളേജ് ഞാൻ പഠിപ്പിച്ചു വരികയാണ്. ഏതൊക്കെ ബൈബിൾ കോളേജുകളാണ്? ആദ്യമായി പഠിപ്പിച്ചത് പത്തനംതിട്ടയിലുള്ള BBC ബൈബിൾ ക്രിസ്ത്യൻ ചർച്ചിന്റെ പേരിലുള്ള ഒരു ബൈബിൾ സ്കൂൾ. അതിനുശേഷം മധുരയിലുള്ള ബദറൻ സഭയുടെ ഒരു ബൈബിൾ സ്കൂളിലെ, അതിനു മുമ്പ് നാഗാലാൻഡിലുള്ള ഒരു ബൈബിൾ കോളേജിൽ 3 വർഷത്തോളം. പിന്നീട് ചെറുതും വലുതുമായ ഒട്ടനവധി ബൈബിൾ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്നത് പാമ്പാടി കേന്ദ്രീകരിച്ച് നടക്കുന്ന ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു ബൈബിൾ കോളേജിലും തടിയൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിഷൻ ബൈബിൾ കോളേജിലും കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള ബൈബിൾ കോളേജിലും ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ സാറ് എത്ര വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും? ഒരുപക്ഷെ വലിയൊരു സംഖ്യ ഉണ്ടാകും. അതിലെത്രയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണക്കാക്കി പറയാതെ ഇത്രയുണ്ടെന്ന് പറയാൻ ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അതിൽ പ്രശസ്തന്മാരായിട്ടുള്ള ആരെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കുറച്ച് ആളുകൾ ഇപ്പോൾ പറയാവുന്നത് ഒരുപക്ഷെ ചില പാസ്റ്റർമാര്. ബേബി ജോൺ എന്നൊരു പാസ്റ്റർ പ്രശസ്തനായ ഒരാളാണ്. പാസ്റ്റർ രാജൻ മറ്റൊരു പ്രശസ്തനാണ്. പിന്നെ സുവിശേഷകന്മാരെ ഒട്ടേറെ പേരുണ്ട്. അവരുടെയൊക്കെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, അവിടെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം സാറിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നീട് സാർ ഈ 48 അതിലധികം പുസ്തകങ്ങൾ എഴുതിയല്ലോ. ഈ പുസ്തകം എഴുതാനായിട്ടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? പുസ്തകം എഴുതണം എന്ന ആഗ്രഹം എനിക്കില്ലായിരുന്നു ബാല്യകാലത്ത്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 15-16 വയസ്സുള്ളപ്പോൾ നോവലുകളും ചെറുകഥകളും വായിക്കുമായിരുന്നു. അങ്ങനെ ആ വായനാശീലം വളർന്ന് പിന്നീട് 35 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പുസ്തകരചനയിലേക്ക് ഞാൻ പ്രവേശിച്ചത്. ഓക്കെ. 35 വയസ്സ് കഴിഞ്ഞാണ് പുസ്തകരചനയിലേക്ക് കടക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ നോവലുകളൊക്കെ അതിന്റെ വെളിച്ചത്തിലാണ്. അല്ല, ആരെങ്കിലും ഏതെങ്കിലും എഴുത്തുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോ അതിനൊരു പ്രചോദനമായിട്ടുണ്ടോ? എഴുത്തുകാർ പ്രചോദനമായെങ്കിലും മറ്റ് ആരെങ്കിലും പ്രത്യക്ഷമായിട്ട് പ്രോത്സാഹനം നൽകിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അപ്പോൾ സാർ ആദ്യം എഴുതിയ പുസ്തകം ഏതാണ്? ആധുനിക മനുഷ്യൻ. അതിന്റെ എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം? അത് ലേഖന സമാഹാരമാണ്. അത് വായിക്കുന്ന ഒരാള് ഒരു അക്രൈസ്തവനാണെങ്കിൽ രക്ഷയിലേക്ക് വരാൻ പരോക്ഷമായി സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഓക്കെ. പിന്നീട് സാർ എഴുതിയ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ പ്രശസ്തമായ പുസ്തകം ഒരുപക്ഷെ സങ്കീർത്തനങ്ങൾ പ്രഭാഷണ വേദിയിലാണ്. പിന്നെ സങ്കീർത്തനങ്ങൾ പ്രഭാഷണ വേദിയിൽ എന്ന പുസ്തകത്തിൻ്റെ 1-ാം വാല്യമാണിത്. 2-ാം വാല്യം ഇതാണ്. 3-ാം വാല്യം ഇതാണ്. ഈ 3 വാല്യം അടങ്ങിയ പുസ്തകമാണ് ഒരുപക്ഷെ. പിന്നെ ഏതൊക്കെ പുസ്തകങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന? ഉണ്ടോ പുസ്തകങ്ങൾ? ഇവിടെ ഇരിക്കുന്ന കവർ പോയൊരു പുസ്തകമാണ് ബൈബിൾ പ്രഭാഷണ വിജ്ഞാനകോശം. കവറില്ല, അത് റീപ്രിന്റിന് കൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ 2 മാസത്തിനകം പ്രസിദ്ധീകരിക്കപ്പെടും. ഈ സങ്കീർത്തനങ്ങൾ 2-ാമത്തെ എഡിഷൻ വരികയാണ്. ചില പുസ്തകങ്ങളൊക്കെ റീപ്രിന്റിങ് നടത്തിയിട്ടുണ്ട്. ചിന്തകൾ മനനങ്ങൾ, ഇത് പ്രചോദനാത്മകമായ ലേഖനങ്ങളാണ്. ഞാനിറക്കിയ ഒരു
ചെറുകഥാ സമാഹാരമാണ് ചീമക്കൊന്ന. പ്രാചീന കേരള ചരിത്രം ഒരു ചരിത്ര പുസ്തകമാണ്. വേർപാട് സഭകളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. വിജയത്തിൻ്റെ വഴികൾ പ്രചോദനാത്മകമായ ലേഖനമാണ്. തോമാസ് ലീഗയെ സംബന്ധിച്ചൊരു പുസ്തകമാണ്. തോമാസ് ലീഗയുടെ കേരള ഗാഥയാണിത്. അന്വേഷണങ്ങൾ മറ്റൊരു പുസ്തകമാണ്. ഭാഷാപരം തിരുവചന വെളിച്ചത്തിൽ, മാതൃകാ പ്രഭാഷണങ്ങൾ, രാജാക്കന്മാരുടെ രാജാവ്, ക്രിസ്തീയ കാര്യവിചാരകത്വം, പ്രവചന ശബ്ദം, വെളിപ്പാട് വ്യാഖ്യാനം, ഇങ്ങനെ പോകുന്നു പുസ്തകങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതാനായിട്ടുള്ള എഴുതാനും പ്രിന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിനുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വേണം, എഴുതണം, പിന്നീട് ഇത് പ്രിന്റ് ചെയ്യണം. ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു? എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പ്രിന്റ് ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ വളരെ ദുർലഭമായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പാരൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ കിട്ടുന്ന കാശ് സമാഹരിച്ചൊക്കെ ആ പുസ്തക പ്രിന്റിങ് നടത്തിയത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ പുസ്തകം എഴുതിയത് എൻ്റെ ഭൂമി വിറ്റ കാശിൽ 1000 രൂപ മാറ്റിയാണ്. മറ്റൊരു പുസ്തകം ഇറക്കിയത്, മരണത്തിൻ്റെ മരണം ഇറക്കിയത് 15,000 രൂപ പുസ്തകം വിറ്റ, വീട് സ്ഥലവും വിറ്റ കാശ് കൊണ്ടാണ്. പിന്നീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുറേ പുസ്തകങ്ങൾ ഇറക്കി. അതിന് ശേഷമാണ് മറ്റ് ചില വരുമാന മാർഗങ്ങൾ ഉണ്ടായപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പം ഈ 48 പുസ്തകങ്ങളെ കൂടാതെ ചില പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കുറേ നാൾ മഞ്ചേരിയിൽ താമസിച്ചിരുന്നു. അവിടെ അബ്ദുൾ ഹക്കീം എന്നൊരു ചെറിയ പബ്ലിഷറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങൾ ആദ്യകാലത്ത് പ്രധാനമായിട്ടും ഞാനാണ് പരിഭാഷപ്പെടുത്തിയിരുന്നത്. പ്രധാനമായിട്ടും ഇസ്ലാമിക പുസ്തകങ്ങളാണ് അന്ന് പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങൾ. ചിലതിൻ്റെ പേര് ഞാൻ പറയാം. മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികൾ ചോദിക്കുന്നു, മുസ്ലിം ചോദ്യങ്ങൾക്ക് ക്രിസ്തീയ മറുപടി, ദൈവസഭ, ഇയ്യോബിൻ്റെ വ്യാഖ്യാനം, അങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ അന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ആളാണോ അതോ? അത് ഒരു പ്രധാന സുവിശേഷകനാണ് അദ്ദേഹം. പേരെന്താണ് അദ്ദേഹത്തിന്റെ? അബ്ദുൾ ഹക്കീം. ഇപ്പോഴും ആളുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹം വാങ്ങിയതോ മറ്റോ സ്വാധീനിച്ച് കൊണ്ടുവന്ന പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്താൻ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ഓക്കെ. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തി. അതെ. അപ്പം ഈ എഴുതിയ പുസ്തകങ്ങളും പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങളോട് നോക്കിയാൽ എത്ര പുസ്തകങ്ങളുണ്ടാകും? 65-ൽ പരം പുസ്തകങ്ങൾ വരും. 65-ൽ അധികം പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു? അത് അതിന്റെ ഒരു ഷെഡ്യൂൾ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ എഴുന്നേൽക്കുന്നത് 2 മണിക്കാണ്. 2 മണി. അപ്പൊ കിടന്നുറങ്ങുന്നത് എത്ര മണിക്കാണ്? 10 മണിക്ക് ഉറങ്ങിയാൽ 2 മണിക്ക് എഴുന്നേൽക്കും. അതിന് ശേഷം ഒരു 6 മണി വരെ വായന തുടരുമായിരുന്നു. ഇപ്പോൾ വയസ്സായതുകൊണ്ട് അത്രയ്ക്ക് വായിക്കാൻ കഴിയുന്നില്ല. അല്ല, വായന 2 മണി തൊട്ട് 6 മണി വരെ ഒരുമിച്ച് പോകും. പിന്നെ എഴുത്ത് എപ്പോഴാണ്? ആ സമയത്ത് തന്നെ എഴുത്തും വായന ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ കുറിപ്പ് എഴുതും. അതിനുശേഷം പിന്നീട് അതൊക്കെ സ്വയമായിട്ട് മോഡിഫൈ ചെയ്ത് ലേഖനങ്ങളായിട്ട് പുസ്തകങ്ങളായിട്ടും രചിക്കപ്പെടുകയായിരുന്നു. അതായത് ഒരു പുസ്തകം എഴുതുമ്പോൾ ആദ്യം എങ്ങനെ ഇതുപോലുള്ള ഈ വെള്ള പേപ്പറിൽ എഴുതുമോ? ആദ്യം വെള്ള പേപ്പറിൽ എഴുതും. അതെ. പിന്നീട് അത് ടൈപ്പ് ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം അത് 2-3 പ്രാവശ്യം തിരുത്തണമല്ലോ. അതിനുശേഷം പ്രിന്റിങ് അതിന് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സാർ ഇങ്ങനെ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എവിടെന്നെങ്കിലും എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആരംഭകാലത്ത് ഒട്ടേറെ ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ആധുനിക മനുഷ്യന് കിട്ടിയ ഒരു സ്വീകരണം വലുതായിരുന്നു. അത് എന്നെ മുന്നോട്ട് എഴുതുവാൻ പ്രേരിപ്പിച്ച ഘടകം. ഇപ്പോൾ എങ്ങനെ പോകുന്നു എഴുത്തും കാര്യങ്ങളൊക്കെ? പണ്ടത്തെ പോലെ എഴുതാൻ കഴിയുന്നില്ല. അല്ല, ഇപ്പൊ പുസ്തകം വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. വായന മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതെ.
കോവിഡിന് ശേഷം അത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് മാത്രമല്ല, സാറിൻ്റെ ഈ രണ്ട് മുറിയിലിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ സാറിൻ്റെ സമ്പാദ്യം മുഴുവനും പുസ്തകം മേടിക്കാൻ ചെലവഴിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. അതായിരിക്കും ശരി. ഇപ്പം ഒരു സമ്പാദ്യവും ഇല്ല, അതുകൊണ്ടേ പറയായിരിക്കും. അല്ല, ഈ സമ്പാദ്യം മുഴുവൻ ഈ പുസ്തകം മേടിച്ച് തീർത്തു. പുസ്തകം മേടിച്ച് തീർത്തു. സമ്പാദിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ലായിരുന്നല്ലോ. ഇനി അത് മാത്രമല്ല, നമ്മുടെയൊക്കെ തലമുറ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ തലമുറയിലേക്ക് വന്നു കഴിയുമ്പോൾ. അപ്പം ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിലും AI ഇതൊക്കെ വന്നതോടുകൂടി എല്ലാം അതിൽ നിന്ന് ലഭിക്കും. അപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ എഴുത്തിൻ്റെ സ്വാധീനം ഒക്കെ എത്രമാത്രം ഉണ്ട് എന്നാണ് സാറ് ചിന്തിക്കുന്നത്? എഴുത്തിൻ്റെ സ്വാധീനം കുറയുന്നുണ്ടെന്നത് ശരി തന്നെ. ഒരുപക്ഷെ ഈ ഒരു നെറ്റിൻ്റെ സ്വാധീനം കാലക്രമേണ കുറഞ്ഞു പോയി എഴുത്തിലേക്ക് മടങ്ങി വരും, അല്ലെ വായനയിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ട് എവിടെന്നെങ്കിലും അവാർഡോ കാര്യങ്ങളോ ഒക്കെ വല്ല ലഭിച്ചിട്ടുണ്ടോ? 2-3 ചെറിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ അങ്ങനെ വല്ല അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്? ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മറ്റേ ചെറുകഥകൾക്ക് ജനറൽ സാഹിത്യത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രൈസ്തവ സഭകളെല്ലാം കൂടി ചേർന്ന് ഒരു അവാർഡ്, അത് CSI, ഓർത്തഡോക്സ് അങ്ങനെ സഭകളെല്ലാം ചേർന്ന് എന്നെ ഒന്ന് ചെറിയ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഓക്കെ. സാർ ഒരു നല്ലൊരു വിമർശകനായി പ്രവർത്തിച്ച സാഹചര്യത്തിൽ സാറിന് പല ശത്രുക്കളും ഉണ്ടാകുവാനായിട്ടുള്ള ഒരു അവസരം ഇടയായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വിമർശകൻ ആയി തീരാൻ കാരണം ഈ ക്രൈസ്തവ സഭകളിലെ പുഴുക്കുത്താണെന്ന് പറയുകയായിരിക്കും ശരി. ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭകൾ മാറിക്കൊണ്ടിരിക്കുക. സമ്പത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ക്രൈസ്തവ നേതാക്കന്മാർ നെട്ടോട്ട് മൂടുന്ന ഈ കാലഘട്ടത്തിൽ വിമർശനം അടിയന്തരമായി ആവശ്യമായ ഒരു ഘടകമായി എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിരൂപകനായി തീർന്നത്. സാറേ, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ ഒരു അനുഭവം വെച്ച് 48 പുസ്തകങ്ങളും പിന്നീട് കുറേ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. ഒരു പുസ്തകം എഴുതേണ്ട ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം നമ്മുടെ സാഹിത്യപരമായി നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, കേരളത്തിലുള്ള ആളുകളുടെ ഭാഷാ പരിജ്ഞാനം, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ ഗ്രന്ഥരചയിതാക്കളുടെ ഭാഷയെക്കുറിച്ചാണ്. നമ്മുടെ ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് വിദേശികളുടെ സ്വാധീനത്തിലാണല്ലോ. ഈ സ്വാധീനം വളരെയധികം ഗുണവും ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. 100-200 വർഷം മുമ്പ് മലയാളികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ തന്നെ ഈ പരിഭാഷകർ ഉപയോഗിക്കുകയായിരുന്നു. അതിനുശേഷം ഭാഷയ്ക്ക് വലിയ മാറ്റവും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് ബൈബിൾ എഴുത്തുകാർ, വിശേഷവിധിയായി ക്രൈസ്തവ സാഹിത്യകാരന്മാർ ശ്രദ്ധിക്കാതെ ബൈബിളിൽ 200 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നത് വളരെ അധികം നമ്മുടെ സാഹിത്യരംഗത്ത് ദോഷം ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ വന്നാറ്, പോയാറ് തുടങ്ങിയ പ്രയോഗങ്ങൾ, വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു തുടങ്ങിയ നീട്ടിപ്പരത്തി പറയുന്ന പ്രയോഗങ്ങൾ, ധാരാളം കർമ്മണി പ്രയോഗങ്ങൾ, ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനത്തിന് ഒരുപക്ഷെ ഉപയോഗിക്കുന്നതായിരിക്കാം. ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ കൂടുതലും പാസീവ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗമാണ് ഉള്ളത്. അതനുസരിച്ച് മലയാളത്തിൽ പ്രയോഗിച്ചാൽ അത് അരോചകമായി തീരും. അത് എഴുത്തുകാരും പ്രഭാഷകരും ശ്രദ്ധിക്കുന്നില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിലെ ഭാഷ പല പദങ്ങളും, ഉദാഹരണത്തിന് കുലപാതകം എന്ന പ്രയോഗം, ഇന്ന് ആ കൊലപാതകം എന്ന് പറയാതെ കൊലപാതകം എന്നാണ് പറയുന്നത്. തടിപ്പിച്ച കാളെ അറുത്തു എന്ന് പറയുന്നുണ്ട്. തടിപ്പിച്ച എന്നതിന് കുറച്ചും കൂടെ പൊലിപ്പിച്ച് ഭക്ഷണം കൊടുത്ത്
തടിപ്പിച്ച എന്ന വ്യാഖ്യാനം വരെ ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ അതിനെ കൊഴുത്ത കാള എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. അതുപോലെ ഒട്ടേറെ പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏകദേശം അരമണിക്കൂറോളം സ്വർഗത്തിൽ മൗനതയുണ്ടായി. ഏകദേശം എന്ന പദത്തിന്റെ അതേ അർത്ഥമാണ് ഓളം എന്നുള്ളത്. അപ്പൊ ഏകദേശം അരമണിക്കൂറോളം എന്ന് പറയുന്നത് ആവർത്തനമാണ്. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോളം മൗനം ഉണ്ടായി, അല്ലെ നിശബ്ദത ഉണ്ടായി. മൗനത എന്ന പദം മലയാളത്തിൽ ഇപ്പോഴില്ല. അത് ധാരാളം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഐക്യത, പ്രാധാന്യത, മൗനത, വേഗത തുടങ്ങിയ പദങ്ങൾ മലയാള ഭാഷയില്ലാത്തതാണ്. അത് അറിഞ്ഞോ അറിയാതെയോ ബൈബിൾ എഴുത്തുകാരും പ്രഭാഷകരും ഉപയോഗിക്കുന്നുണ്ട്. അത് ശ്രദ്ധക്കുറവുണ്ട് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സാറേ, ഈ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് തോമാസ് ലീഗയുടെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ആശയം? തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവാം, പക്ഷെ കേരളത്തിൽ വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു വലിയ തർക്കവും കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടുണ്ടോ? 7.5 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ഒരു കാലത്ത് തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടില്ലെന്ന് തന്നെ പറയുകയായിരിക്കും ശരി. കാരണം 7-ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ കേരളത്തിലേക്ക് ധാരാളം ബ്രാഹ്മിൺസ് അഥവാ നമ്പൂതിരിമാർ കുടിയേറി താമസിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെയാണ് സിറിയ, ഇറാഖ്, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരാർത്ഥം അനേക ക്രൈസ്തവർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കടന്നു വന്ന അനേക സിറിയൻ ക്രിസ്ത്യൻസ് ഇവിടെ സ്ഥിര താമസമാക്കി. അവരാണ് പാരമ്പര്യ ക്രിസ്ത്യാനികൾ, അല്ലെ പൗരാണിക ക്രൈസ്തവർ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് ബ്രാഹ്മിൺസ് ഇവിടെ ആധിപത്യം ഉറപ്പിച്ചു വന്നു. ഈ ബ്രാഹ്മിൺസിന്റെ സ്വാധീനം അന്ന് വളരെ ശക്തിയായിട്ടുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ക്രൈസ്തവർ ചിന്തിച്ചു, ബ്രാഹ്മണർ പരിവർത്തനം ചെയ്ത് ക്രൈസ്തവരായി തീർന്നവരാണ് എങ്കിൽ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. അങ്ങനെ ഇവിടെ ക്രൈസ്തവർ പറഞ്ഞു, ബ്രാഹ്മിൺസ് നമ്പൂതിരിമാർ പരിവർത്തനം ചെയ്തവരാണ് ക്രൈസ്തവർ എന്ന്. അത് വാസ്തവത്തിൽ ബൈബിൾ വിരുദ്ധമായ ആശയമാണ്. എക്കാലത്തും ക്രൈസ്തവരായിട്ട് വന്നിട്ടുള്ള റോമ സാമ്രാജ്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അടിസ്ഥാന വർഗമാണ്. അടിമകളും ദാസന്മാരും ഒക്കെയാണ് മഹാഭൂരിപക്ഷവും ക്രൈസ്തവരായി തീർന്നത്. എന്നാൽ കേരളത്തിൽ നമ്പൂതിരിമാർ മതം മാറി ക്രൈസ്തവരായി തീർന്നു എന്ന് പറയാൻ കാരണം ഇവിടെ ജാതി വ്യവസ്ഥ രൂഢമൂലമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുടിയേറിയ ക്രൈസ്തവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം വേണമെങ്കിൽ അവർ ബ്രാഹ്മൺ കൺവേർട്ടാന്ന് പറയണം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉപദേശം കടന്നു വന്നത്. അല്ലെ 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഗ ഇവിടെ കടന്നു വന്ന് നമ്പൂതിരിമാരെ പരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ് എത്രയോ ആശയവിരുദ്ധമാണ്. കാരണം നമ്പൂതിരിമാർ അന്ന് കേരളത്തിലില്ല. മഹാഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത് 7-8 നൂറ്റാണ്ടുകളിലാണ് കർണാടക വഴി നമ്പൂതിരിമാർ കേരളത്തിൽ കുടിയേറി താമസിച്ചത്. അപ്പോൾ എങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാർ പരിവർത്തനം ചെയ്തു? അതുമാത്രമല്ല 7.5 പള്ളികൾ സ്ഥാപിച്ചു. അപ്പോസ്തലർ ഇവിടെ പള്ളികൾ സ്ഥാപിക്കുന്നത് എങ്ങനെ? അവർ പറയുന്നത് കൽക്കുരിശു കൊണ്ട് അടിസ്ഥാനമിട്ടുവെന്ന കന്യാമറിയാത്തിന്റെ പേരിൽ സഭ സ്ഥാപിച്ചു. 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കന്യാമറിയ അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയ്ക്ക് ഒരു ദൈവ മാതാവെന്ന പ്രത്യേക പരിവേഷം കൊടുത്തത്, മധ്യസ്ഥയായി തീർത്തത്. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടത്തെ പാരമ്പര്യ ക്രൈസ്തവർ, വിശേഷിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ, അവരുടെ പാരമ്പര്യത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി ബ്രാഹ്മണ പരിവർത്തനം ചെയ്തതാണ് തങ്ങളെന്ന് പറയാൻ തുടങ്ങി. അതിന് യാതൊരു ചരിത്രപരമായ തെളിവുകളുമില്ല. അതാണ് ഇങ്ങനൊരു പുസ്തകം എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആദ്യകാല ക്രൈസ്തവ സമൂഹം
ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വന്നവരല്ല എന്നാണ് പാസ്റ്റർ പറയുന്നത് അല്ലേ? അതെ. അതിന് ചരിത്രപരമായി എന്തെങ്കിലും തെളിവുകൾ വയ്ക്കാൻ ഉള്ളത് ഈ ബ്രാഹ്മണന്മാർ 7-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ വന്നതെന്നാണ് ഉള്ള ഒരു ചരിത്രമുള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അല്ലാതെ അപൂർവം ചില ആളുകൾ പറയുന്നുണ്ട്, അവിടെ ഇവിടങ്ങളായി കുറെ വ്യക്തികൾ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും ഈ നമ്പൂതിരിമാർ താമസിച്ച യാതൊരു തെളിവില്ല. നമ്പൂതിരിമാർ പാരമ്പര്യം പറയുന്നവർ തന്നെ 64 ഇല്ലങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അതിൽ പകുതി അല്ലെങ്കിൽ 64 ഇല്ലങ്ങൾ കർണാടകയിലും കേരളത്തിലുണ്ടായിരുന്നു, പകുതി കേരളത്തിലുണ്ടായിരുന്നു എന്നാണ്. ഇവർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും നമ്പൂതിരിമാരുടെ കുടിയേറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനെ അവര് നമ്പൂതിരിമാർ ക്രിസ്ത്യാനികളാന്ന് പറയുന്നത്? സാറേ, അപ്പം ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരല്ല ഈ ആദിമ ക്രൈസ്തവർ എങ്കിൽ അവർ ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാനാണ് സാധ്യത? കേരളത്തിലെ ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും ഈഴവ സമുദായത്തിൽ നിന്നും വെളുത്തെടുത്ത് നായർ, ചക്കാല നായർ തുടങ്ങിയ വിഭാഗത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരാണ്. പിന്നെ ഇവിടെ കുടിയേറി താമസിച്ച സുറിയാനി ക്രിസ്ത്യാനികളും. അപ്പോൾ ഈ ഈഴവർ ഒക്കെ ഈ നാട്ടുകാരായിരുന്നോ അതോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണോ? ഈഴവർ പൊതുവെ ഈഴത്ത് നാടിൽ നിന്ന് അല്ലെങ്കിൽ സിലോണിൽ നിന്ന് കുടിയേറി താമസിച്ചവരാണ് എന്ന് അവരിൽപ്പെട്ട ചില ആളുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആദിമ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വന്നവരാണെന്നാണ് സാറ് പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ സിറിയയിൽ നിന്നും കുടിയേറി പാർത്ത ക്രൈസ്തവരായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതായത് സിറിയയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. സിറിയയിൽ നിന്നും പ്രധാനമായും ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഫലസ്തീനിലെ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത ക്രൈസ്തവർ. അപ്പോൾ പിന്നീടുള്ളത് മറ്റ് കൺവേർട്ട് തദ്ദേശീയരായ ആളുകൾ. അപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചില്ല എന്ന് പറയാൻ ഒക്കുകയില്ല. അവിടെ ഇവിടങ്ങളായിട്ട് ചില ആളുകൾ പരിവർത്തനം ചെയ്തതായി ചില ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്. അത് 7-ാം നൂറ്റാണ്ടിന് ശേഷമല്ലേ? 7-ാം നൂറ്റാണ്ടിന് ശേഷം. അതായത് ഈ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടില്ല. അല്ല, അത് ഇത്ര കൃത്യമായിട്ട് പറയാൻ എന്താണ് അതിനെന്തെങ്കിലും ഒരു ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റിയ ഒരു തെളിവും ആരും ഇതേവരെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ 7-ര പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നതും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 7-ര പള്ളി എന്ന് മാത്രമല്ല, ഈ റംബാൻ പാട്ടുകൾ തുടങ്ങിയ പാട്ടുകൾ, പൗരാണിക പാട്ടുകളുണ്ട്. 16-17 നൂറ്റാണ്ടുകളിലുണ്ടായ പാട്ടുകൾ. ആ പാട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാരമ്പര്യം പറയുന്നത്. അന്ന് കൃത്യമായിട്ട് 2000-3000 ആളുകളെ തോമാസ് ലീഗ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്നോ മരിച്ചെന്നോ ഉറപ്പിച്ചെന്നൊക്കെ പറയുന്നു. 1-ാം നൂറ്റാണ്ടിൽ നടന്ന അതാണെങ്കിൽ അത് 16-ാം നൂറ്റാണ്ടിൽ ആളുകൾ എങ്ങനെ രേഖപ്പെടുത്തുന്നു? അതെങ്ങനെ അറിഞ്ഞവർ കൃത്യമായിട്ട് സംഖ്യയൊക്കെ? അങ്ങനെ ഒത്തിരി നമുക്ക് അവിശ്വസനീയമായ ലിഖിതങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ ബ്രദറൻ സഭകളൊക്കെ ആരംഭിക്കുന്ന ഏത് കാലഘട്ടത്തിലാണ്? കേരളത്തിൽ കൂടുതലായിട്ട് പെന്തക്കോസ് ഔദ്യോഗികമായി ആരംഭിച്ചത് 1901, 5 കാലഘട്ടത്തിൽ, 5 പറയുകയായിരിക്കും ശരി. അതിനുശേഷം കുക്ക് സാഹിബ് ഇവിടെ കടന്നു വന്നു. അതിന് മുമ്പ് തന്നെ അസംബ്ലീസ് കോഡുകാർ ഇവിടെ സഭകൾ സ്ഥാപിച്ചെന്ന് പറയുന്നു. ഈ 2 വിഭാഗമാണ് പ്രധാനമായിട്ടും പെന്തക്കോസ് പ്രസ്ഥാനത്തെ ഇവിടെ കൊണ്ടുവന്നത്, അസംബ്ലീസ് കോഡുകാരും ചർച്ച കോഡുകാരും. ബ്രദറൻ സഭകൾ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? അത് 1897 പറയാം. അല്ല, ഈ ബ്രദറൻ സഭകളുടെ ഒരു ഉത്ഭവം അത് ഏത് രാജ്യത്താണ്? ആരാണ് ഇതിന്റെ ഒരു സ്ഥാപകൻ? ബ്രദറൻ സഭകൾ ആദ്യം ഡബ്ലിനിലെ ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ ആരംഭിച്ചത്. അവിടെ നിന്ന് ലോകത്തിന് നാനാ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ പെന്തക്കോസ്റ്റൽ സഭകളും ബ്രദറൻ സഭകളും തമ്മിലുള്ള പൊതുവെ ഒരു വ്യത്യാസം എന്താണ്? 2-3 പ്രധാനപ്പെട്ട വ്യത്യാസം. ഒന്ന്, സഭകളുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനത്തോട് ബന്ധപ്പെട്ടാണ്. പെന്തക്കോസ് സഭകൾക്ക് എല്ലാം തന്നെ പ്രാദേശിക സഭകളെല്ലാം ചേർന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, സെൻട്രൽ ഫാസ്റ്റർ തുടങ്ങിയ ഒരു ഭരണ സംവിധാനം, ശ്രേണീകൃതമായ ഭരണ സംവിധാനങ്ങളുണ്ട്. ബ്രദറൻ സഭയ്ക്ക് അങ്ങനെ ഒരു സംവിധാനങ്ങളില്ല.
ഓരോ സ്ഥലം സഭയും സ്വതന്ത്രമാണെന്ന് ബദൻ സഭ പഠിപ്പിക്കുന്നു. അതേസമയം പെന്തക്കോസ്തിൽ ഇതര ക്രൈസ്തവരെ പോലെ അല്ലെങ്കിൽ ഈ ബിഷപ്പുമാരെ അംഗീകരിക്കുന്ന എപ്പിസ്കോപ്പൽ സഭകളെ പോലെ ഒരു ശ്രേണീകൃത സംവിധാനം പെന്തക്കോസ്ത് സഭകൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പൗരോഹിത്യം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് പൗരോഹിത്യം തന്നെയാണ്. അതായത് പെന്തക്കോസ്റ്റൽ സഭകൾ പൗരോഹിത്യം പിന്തുടരുന്നു എന്നാണ് സാറ് പറയുന്നത് അല്ലേ? അതെ അതെ, അത് ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഒരു ആശയമാണ്. അപ്പം അത് തെറ്റാണ് ബൈബിൾ പ്രകാരം അല്ലേ? ബൈബിൾ പ്രകാരം എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ടൊരു നേതാവ് 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മുടെ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പിന്നീട് പത്രോസാണ് ആദ്യത്തെ ബിഷപ്പ് എന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് ആണെന്നും ഉള്ളൊരു രീതിയിലാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേതൃത്വം ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഒന്നാമത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, അപ്പോസ്തലനായ പൗലോസാണ് പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം പ്രസംഗിക്കുകയും 3000 പേർ രക്ഷിക്കപ്പെടുകയും തുടർന്ന് പത്രോസാണ്. ആ പത്രോസിന്റെ കാലഘട്ടത്തിൽ തന്നെ പത്രോസിനേക്കാൾ വലിയൊരു നേതാവ് ഉണ്ടായി അപ്പോസ്തലന്മാരുടെ ഇടയിൽ. അത് യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ്. ആ 2 കാരണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയും. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ സുന്നകോസ് കൂടുന്നുണ്ട്. ആ സുന്നകോസിൽ 2 പ്രമുഖ വ്യക്തികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ സഭയിൽ ആധ്യക്ഷം വഹിച്ചിരുന്നത് യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ്. മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്നത് പത്രോസാണ്. പക്ഷേ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് പത്രോസല്ല, യാക്കോബാണ്. ഒന്ന്. പിന്നീട് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് സഭകളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പറയുന്നുണ്ട്. തൂണുകളായി എണ്ണപ്പെട്ടവർ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേര് പറയുമ്പോൾ പൗലൂസ് പറയുന്നത് യാക്കോബ്, കേഫാവ്, യോഹന്നാൻ എന്നാണ്. സുവിശേഷങ്ങൾ എല്ലായിടത്തും അപ്പോസ്തലന്മാരുടെ പേര് പറയുമ്പോൾ 1-ാമത്തെ പേര് പത്രോസിന്റെയാണ്. പക്ഷെ പൗലൂസ് പറയുമ്പോൾ യാക്കോബിന്റെ പേര് 1-ാമതായി പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പത്രോസിനുണ്ടായിരുന്ന ഒരു തരം അപ്രമാദിത്യം നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ നേതാവായിട്ട് മുമ്പോട്ട് വന്നത് യാക്കോബായിരുന്നു. ഈ പത്രോസിന്റെ കാലഘട്ടത്തിന് ശേഷം കുറെ കഴിഞ്ഞപ്പോൾ. ഓക്കെ. അപ്പോൾ ബ്രദറൻ സഭകൾ ഇങ്ങനെ ഒരു നേതൃത്വം അംഗീകരിക്കുന്നില്ല. നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാ സഭാ പ്രവർത്തകരുടെ മേലായിട്ടൊരു നേതാവില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. നേതൃത്വം ആവശ്യമാണ്. അത് യേശു ക്രിസ്തു എന്ന ഒറ്റ നേതാവേ നമുക്കുള്ളൂ. അതേ ഉള്ളൂ, അങ്ങനെ തന്നെ. ഓക്കെ. അപ്പോൾ ഈ ബ്രദറൻ സഭകൾ പൊതുവെ അറിയപ്പെടുന്ന വേർപാട് സഭകൾ എന്നാണല്ലോ. അതെ. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ ചാണ്ടപ്പിള്ള ഫിലിപ്പ് പാസ്റ്റർ ബ്രദർ ആഭരണം ധരിക്കുന്നത് ബൈബിൾ പ്രകാരം തെറ്റല്ല എന്നും ഇഷ്ടമുള്ളവർക്ക് ധരിക്കാമെന്നും ഇത് ആവശ്യമില്ലാത്ത ഒരു പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്തതെന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ബ്രദറൻ സഭയിലുള്ള ഇങ്ങനെ ഒരു ചിന്താഗതി വരാനായിട്ടുള്ളൊരു കാരണം എന്താ? അതിനെ പാസ്റ്ററുടെ ഇത്രയും നാളത്തെ അനുഭവം ഈ എഴുത്തും ഒക്കെ വെച്ച് പഠനവും വെച്ച് നോക്കുമ്പോൾ ഈ ആഭരണ വർജനം ആവശ്യമായിരുന്നു. ഈ ആഭരണ വർജനം വേർപാട് സഭകൾ ആരംഭിച്ച കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു എന്ന് പറയാം. അന്ന് ധാരാളം ക്രൈസ്തവർ, കത്തോലിക്ക, യാക്കോബ, മാർത്തോമ സഭകളിൽപ്പെട്ടവര് വേർപാട് പെന്തക്കോസ്ത് സഭകളിൽ വന്നിരുന്നു. അവരുടെ കാതിൽ നീണ്ട കുണുക്കും കഴുത്തിൽ മറ്റുമായിട്ട് ധാരാളം ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ഈ ആഭരണങ്ങൾ പലതും ഹൈന്ദവ സ്വാധീനം ചെലുത്തുന്നതാണ്. ഉദാഹരണത്തിന് കല്യാണത്തിൽ ഉപയോഗിക്കുന്ന മിന്നിന് ഒരു ഹൈന്ദവ പശ്ചാത്തലമുള്ളത് പരസ്യമായി പറയാനാവില്ല. അങ്ങനെ വന്നപ്പോൾ ആദ്യകാലത്തെ വേർപാട് സഭക്കാർ, പെന്തക്കോസ്തുകാരും ബ്രദറുകാരും, അവര് ലാളിത്യത്തിന് വേണ്ടി ഈ ആർഭാടം വർജിക്കുകയാണ് ഉണ്ടായത്. അതൊരു ആവശ്യമായ ഘടകമായിരുന്നു, ലാളിത്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് സഭകൾ സാമ്പത്തികപരമായിട്ടും മറ്റും ഉയർന്ന ശ്രേണിയിലേക്ക് വന്നപ്പോൾ
ഇതിൻ്റെ ആവശ്യമില്ല എന്ന ഒരു ബോധ്യം ആളുകൾക്കുണ്ടായി. വിശേഷിച്ച് ആഭരണം ഒഴിവാക്കുന്നവർ കൂടിയ വീടുകളിൽ താമസിക്കുന്നുണ്ട്, കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ആഭരണം മാത്രം വർദ്ധിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ബൈബിളിൽ ഒരിടത്തും വിശ്വാസികൾ ആഭരണം ഉപയോഗിക്കരുതെന്നുള്ള വ്യക്തമായ തെളിവില്ല. അതുകൊണ്ട് തന്നെയാണ് അതേസമയം പണം സമ്പാദിക്കരുത്, സ്വത്ത് സ്വരൂപിക്കരുതെന്നുണ്ട്. സ്വത്ത് സ്വരൂപിക്കരുന്നില്ല, ദ്രവ്യാഗ്രഹം പാടില്ല എന്നുണ്ട്. അല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് നിക്ഷേപം സ്വരൂപിക്കുന്ന പറയുന്നത് നിക്ഷേപം വേണ്ട എന്നർത്ഥത്തിലല്ല. നിക്ഷേപം നമ്മുടെ അവിടെ ആഗ്രഹം സ്വത്തിനോട് ആകരുതെന്നാണ്. നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടേക്ക് നമ്മുടെ കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ല, ഈ പണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ ആഭരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. എന്നാൽ പെന്തക്കോസുകാരായിട്ടുള്ള ആളുകളും വ്രതംകാരായിട്ടുള്ള ഒരു ആഭരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, സ്വത്ത് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല. ഇതെന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വരാനുള്ള കാരണം? അതാണ് ഈ മറ്റൊരു ഗുരുതരമായ തെറ്റെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ആർഭാടം പുലർത്തുകയും ഒപ്പം ലാളിത്യത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നില്ല. പിന്നെ അതൊരു വിരോധാഭാസമാണ് ഈ ഉപദേശം. ഇപ്പോഴും ആഭരണം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ആഭരണം ഉപയോഗിക്കുന്നതോട് ഒത്തിരി ഭവിഷ്യത്തുകളുണ്ട്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും അങ്ങനെ ആഭരണം ഉപയോഗിക്കുന്നില്ല. അവർ വർദ്ധിക്കാൻ കാരണം പണ്ട് ത്യജിച്ചതാണ്, എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയാണ്. ആഭരണം ഒഴിവാക്കുന്ന എപ്പോഴും നല്ലതാണ്. സാറേ, ഈ ആഭരണം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളില്ലേ? കുറച്ച് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പണയം വെക്കാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അത് ഗുണമായിട്ട് പറയാനാകില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ആഭരണം ഉണ്ടായിരുന്നു, ഒരു 3-4 പവൻ. അത് വാങ്ങാൻ കാരണം ഭൂമി വിറ്റപ്പോൾ കാശ് കിട്ടാതെ വന്ന് അങ്ങനെ കിട്ടിയ ആഭരണ. അത് പണയം വെച്ച് അങ്ങ് പോവുകയായിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാർ, ഈ കാലഘട്ടങ്ങളിൽ ഈ ന്യൂ ജനറേഷൻ സഭകൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഇവരുടെ ആരാധന രീതിയൊക്കെ ഇപ്പോൾ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, സ്റ്റേജുകളിൽ ഈ കൃത്രിമ പുക, അതുപോലെ ഉന്തി വീഴ്ത്തൽ, തള്ളി വീഴ്ത്തൽ, രോഗശാന്തി, പിന്നീട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരിക, ഇങ്ങനെയൊക്കെ നമ്മുടെ പൊതുവെ പെന്തക്കോസ്റ്റൽ സഭകൾ മുഴുവനായി ഏതാണ്ട് ഒരു നല്ല ശതമാനം ആളുകളും ഈ ഒരു രീതിയിലേക്ക് മാറി. ഒരുപക്ഷെ അതൊരു സാമ്പത്തിക നന്മ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യുവജനങ്ങളെ ആകർഷിക്കാനായിരിക്കാം. ഇതും ബൈബിളുമായിട്ടോ അല്ലെങ്കിൽ ബൈബിളിലെ ഉപദേശമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ എങ്കിൽ കാരണം എന്താണ്, ഇല്ല എങ്കിൽ കാരണം നിങ്ങൾ എന്താണ്? ന്യൂജൻ പെന്തക്കോസ് സഭകൾ കൂടുപോലെ മുളച്ചു വരികയാണ്. അവര് ഫോക്കസ് കേന്ദ്രീകരിക്കുന്നത് സാമ്പത്തികമായ ഉന്നമനമാണ്, ഒപ്പം അധികാരവുമാണ്. സുവിശേഷ സത്യങ്ങളോട് ഒരു കാരണവശാലും അവർക്ക് താല്പര്യം അവർ കാണിക്കുന്നതായിട്ട് തെളിവില്ല. അവര് എങ്ങനെ ഒരാൾ സമ്പന്നനായി തീരാൻ കഴിയും, പെട്ടെന്ന് എങ്ങനെ കൂടിയ വാഹനം വാങ്ങിക്കാൻ കഴിയും, ഇങ്ങനെ ഭൗതികമായ ഉന്നതിയിലേക്ക് വരുവാനുള്ള കുറുക്കുവഴികളായിട്ടാണ് സുവിശേഷത്തെ അവർ വിനിയോഗിക്കുന്നത്. അത് വളരെയധികം അപകടകരമായ സ്ഥിതിയിലേക്ക് ക്രൈസ്തവ ദർശനത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അല്ല, അതുകൊണ്ട് ഈ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നം എന്ന് പറയുമ്പോൾ സത്യസുവിശേഷത്തോട് ആളുകൾക്ക് താല്പര്യമില്ലാതെ പോകുന്നു. ഇപ്പോൾ ശരിയായ സുവിശേഷം പ്രസംഗിക്കുന്നവരെ അംഗീകരിക്കുവാൻ സമൂഹം തയ്യാറാകുന്നില്ല. രോഗശാന്തി അല്ലെങ്കിൽ ഭൂതം ഒഴിപ്പിക്കൽ, കടബാധ്യതകൾ നീക്കി കൊടുക്കൽ തുടങ്ങിയ ഒരുതരം മാന്ത്രിക വേല പോലെ കാണിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അതിനോട് താല്പര്യമുണ്ടാകുന്നു. ഈ സത്യസുവിശേഷപരമായിട്ട് നീങ്ങുന്നവർക്ക് സമൂഹത്തിൽ അംഗീകാരമില്ല, അവർ തിരസ്കൃതരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പം പറയണ ഇപ്പോൾ സാറ് ഇത്രയും പുസ്തകങ്ങൾ എഴുതി, അതുപോലെ പ്രായമായ സുവിശേഷ പ്രവർത്തകരൊക്കെ വളരെ കഷ്ടതയും ത്യാഗമൊക്കെ അനുഭവിച്ച് പട്ടിണി കിടന്നൊക്കെ ജീവിച്ചവരുണ്ട്. പക്ഷേ ഇപ്പോൾ ന്യൂജൻ കുട്ടികൾ പറയുന്നത്, നിങ്ങൾ പട്ടിണി കിടക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടുമൊക്കെയാണെന്നാണ് പൊതുവെ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത്.
അതുകൊണ്ട് അവർ പറയുന്നത് ഏറ്റവും നല്ല വീട് വെക്കുക, ഏറ്റവും വലിയ വീട് വെക്കുക, ഏറ്റവും നല്ല വാഹനം മേടിക്കുക, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുക, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പൊതുവെ ന്യൂജൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ചെയ്തതായിട്ടുള്ള ആ കഷ്ടതയും ത്യാഗവും അത് തെറ്റായിരുന്നു എന്ന് പറയേണ്ടി വരികയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാസ്റ്റർക്ക് എന്താണ്, സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിന് ബൈബിൾ ആശയത്തിന് വിരുദ്ധമാണത്. സുവിശേഷത്തിൽ എപ്പോൾ കഷ്ടത അനിവാര്യമായ ഘടകമാണ്. സുവിശേഷം സത്യമായിട്ട് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർക്ക് കഷ്ടത ഉണ്ടെന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എക്കാലത്തും അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നും സുവിശേഷത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്നവർ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ആ സമ്പാദ്യത്തിലൂടെ മറ്റുള്ളവർ മുമ്പാകെ പ്രമുഖരായി തീരാൻ കഴിയുന്നവർ പരീക്ഷണങ്ങളിലും മറ്റിതരെ ഇടപെട്ട് അപഹാസ്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അതിന് ആ ചിത്രമാണ് പൊതുരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകൾ പിടിക്കപ്പെടുന്നു, എത്രയെത്ര ആളുകൾ സമ്പത്തിന് പിന്നാലെ പോയിട്ട് സാക്ഷ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ പ്രയാണം സുവിശേഷത്തിന് അനുസൃതമായിട്ടല്ല. അതിനെ ചോദ്യം ചെയ്യുകയും സത്യസുവിശേഷത്തെ മുറുകെ പിടിക്കുന്നവർ ലാളിത്യത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷ സംരംഭങ്ങളാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ സഭകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും വഞ്ചിക്കുകയാണ്, സുവിശേഷത്തെ വഞ്ചിക്കുകയാണ്. അതിനെന്താണ്, അതിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ അറിവും ഒക്കെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഞങ്ങൾ പ്രതികരിച്ചിട്ടും കാര്യമായ ഫലം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം മാസമായിട്ട് ഇവരുടെ പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെ ആളുകൾ എഴുതിയാൽ അത് വായിക്കാനോ അതിന് അനുകൂലമായ പ്രതികരണം നടത്താനോ ഇവിടെ ആളുകൾ കുറഞ്ഞു വരികയാണ്. അതായത് നമ്മുടെ ഈ ക്രൈസ്തവ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റൽ സമൂഹങ്ങളുടെ ഇതൊരു ബിസിനസ് മേഖലയായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ. ഇത് വളരെ വാസ്തവമാണ്. അപ്പം ഇതിപ്പോൾ അന്ത്യകാലമായതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണോ? എന്താണ് ഇതിന്റെ പിന്നിൽ? അന്ത്യകാലത്ത് അങ്ങനെ സംഭവിക്കുന്നു ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. വിശ്വാസ ത്യാഗം വരെ ഉണ്ടാകുമെന്നാണ് ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂജൻ സഭകളോട് സാറിന് യോജിപ്പില്ല? ഒരു കാരണവശാലും അതിനോട് പൊരുത്തപ്പെടാൻ അവരൊരു യഥാർത്ഥ ബൈബിൾ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസ്തവതയല്ല മുമ്പോട്ട് വെക്കുന്നത് എന്നല്ലേ പറയുന്നത്? അതെ, അത് ഈ പെന്തക്കോസ്ത് സഭകൾ ഒരു കാലത്ത് ലാളിത്യം അംഗീകരിച്ചിരുന്നവരാ. ഒരു 50 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പെന്തക്കോസ്ത് സഭകൾ വളരെയധികം ലളിതജീവൻ നയിച്ചിരുന്നവരാണ്. നേതാക്കന്മാരുടെ ജീവിതം മാതൃകാപരമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് പതനം സഭകൾ പഴമയിലേക്ക് പണ്ട് എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ല, അതിന് എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാം. ഈ 4-ാം നൂറ്റാണ്ടിൽ ആണല്ലോ ഈ റോമൻ കത്തോലിക്ക സഭ ഉണ്ടായത്. അതിൻ്റെ ആവിർഭാവം 4-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം നമുക്കറിയാം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് 15-ാം നൂറ്റാണ്ട് വരെ ക്രൈസ്തവർ കടന്നുപോയി. 16-ാം നൂറ്റാണ്ടിൽ വലിയ നവോത്ഥാനമുണ്ടായി, ശക്തി പ്രാപിച്ചു. വീണ്ടും 18-ാം നൂറ്റാണ്ടിൽ മറ്റൊരു നവീകരണ സംവിധാനങ്ങളുണ്ടായി. അപ്പോൾ നവീകരണം ഉണ്ടാകുമ്പോൾ ഈ കാണുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം സംഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സാറേ, ഈ കൃപാവരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കൃപാവരങ്ങൾ ഏതൊക്കെയാണ്? നിലവിലിപ്പോൾ അത് ഉണ്ടോ? പ്രവചനങ്ങൾ എന്താണ്? ബൈബിള് പഠിപ്പിക്കുന്ന പ്രവചനങ്ങൾ എന്താണ്? ഇന്ന് പ്രവാചകന്മാരുണ്ടോ? പ്രവചനങ്ങളുണ്ടോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? കൃപാവരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ കുറഞ്ഞത് 20 കൃപാവരങ്ങളുടെ പേര് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏതാനും കൃപാവരങ്ങളാണ് നിന്നുപോയത്. ബാക്കിയെല്ലാം കൃപാവരങ്ങൾ ഇപ്പോഴുണ്ട്. അനേകർ ചിന്തിക്കുന്നത് പോലെ ബ്രദറുകാര് കൃപാവരങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് ശരിയല്ല. കൃപാവരങ്ങൾക്ക് എല്ലാവരും അംഗീകാരം കൊടുക്കണം, ബൈബിളുള്ള കാര്യമാണ്. പക്ഷെ ഏതാനും കൃപാവരങ്ങൾ അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് വേർപാടുകാർ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പ്രവചനം എന്നുള്ളത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പ്രവാചകന്മാരാണ് ആ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കന്മാരായി തീർന്നത്.
അപ്പോസ്തലന്മാർ കഴിഞ്ഞാൽ പ്രവാചകന്മാർക്ക് ഗണനീയമായ സ്വാധീനം ക്രൈസ്തവ സഭയിലുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടു, 66 ഗ്രന്ഥങ്ങളുടെ ആവിർഭാവം ഉണ്ടായി. പിന്നെ നാം ഈ പ്രവാചകന്മാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ അനേകരെ തെറ്റായ ചിന്താഗതിയിലേക്ക് നയിക്കുകയും അനേകർ വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഒട്ടേറെ ഉദാഹരണങ്ങൾ വേണ്ടുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പ്രവചനങ്ങളുടെ പിന്നാലെ പോകാതെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ അത് പഠിക്കുക. കാരണം പ്രവചനം എന്ന പദത്തിന് 2 അർത്ഥം കൽപ്പിക്കാം: ഫോർടെല്ലിംഗ് ആൻഡ് ഫോർത്ത് ടെല്ലിംഗ്. ഫോർടെല്ലിംഗ് എന്ന പ്രാവചനിക സംഭവങ്ങൾ, വരുവാനിരിക്കുന്ന സംഭവങ്ങളുടെ വിശദീകരണം അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണല്ലോ ഫോർടെല്ലിംഗ് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ച എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ പുനരാഖ്യാനങ്ങളാണ്. അത് ഇപ്പോൾ ആവശ്യമാണ്. വെളിപ്പാട് നമുക്ക് കിട്ടിയ ഒരു പ്രവചന ഗ്രന്ഥമാണ്. അതിനെ ഉപജീവിച്ച് നാം അത് വ്യാഖ്യാനിക്കുമ്പോൾ അത് ഫോർത്ത് ടെല്ലിംഗ് അല്ലെങ്കിൽ പറഞ്ഞ പ്രവചനങ്ങളുടെ പുനരാഖ്യാനം, വിശദീകരണം എന്ന് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരുപാട് പാസ്റ്റർമാരും മറ്റുള്ളവരൊക്കെ ഈ പ്രവാചകൻ എന്നുള്ള ഒരു ടൈറ്റിൽ പാസ്റ്റർ നെയ്യുന്നിടത്തോ അല്ലെ ബ്രദർ നെയ്യുന്നിടത്തോ അല്ലെ ഇവാഞ്ചലിസ്റ്റ് നെയ്യുന്നിടത്തോ അല്ലെ ഡോക്ടർ നെയ്യുന്നിടത്ത് പ്രോഫറ്റ് എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് ശരിക്കും വചനവിരുദ്ധമാണോ? വചനവിരുദ്ധം എന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ദൂരവ്യാപകമായ കെടുതികൾക്ക് കാരണമായി തീരുന്നുണ്ട്. ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഒട്ടേറെ ആളുകളെ തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്, തെറ്റായ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പേര് പറഞ്ഞ് വിമർശിച്ച ഒരാളുണ്ട്, ടിനു എന്ന് പറഞ്ഞൊരു ടിനു ജോർജ്. അദ്ദേഹത്തോട് ദൈവം നേരിട്ട് സംസാരിച്ചെന്നും അദ്ദേഹം അത് രേഖപ്പെടുത്തിയെന്നും ആ രേഖപ്പെടുത്തിയ സന്ദേശം പരസ്യമായി വായിക്കുകയും ചെയ്തു. എന്തൊരു കബളിപ്പീരാണത്! ഒരു കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ദൈവം സംസാരിച്ച ഈ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുക. ആ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറിമായമായിട്ട് മാത്രമേ അത് കണക്കാക്കാനാവൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ടിജോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രവാചകനുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പേരൊക്കെ വിളിച്ചു പറയും. അതെ, പേര് വിളിച്ചു പറയും, സ്ഥലം വിളിച്ചു പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇവർ പേര് വിളിച്ചു പറയുന്നു, സ്ഥലം വിളിച്ചു പറയുന്നു, ഇതൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? അത് വളരെ ലളിതമാണ്. ഈ ഒരു കംപ്ലീറ്റ് ഒരു വലിയ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രവർത്തകരെ അങ്ങോട്ട് വിട്ട് ആ സ്ഥലത്തെ സർവേ നടത്തിയിട്ട് അതിൽ ചില ആളുകളുടെ പേരും വിശദീകരണവും ഒക്കെ രേഖപ്പെടുത്തി എല്ലാം പശ്ചാത്തലവും അറിഞ്ഞ ശേഷം ഈ അന്വേഷണം നടത്തിയ ആളുകൾ പ്രസംഗിക്കാനിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ വ്യക്തിയോട് അതിന് വിശദീകരണം പറയുകയും അവർ കടന്നു വരുമ്പോൾ ആ ആളിൻ്റെ പേരും സ്ഥലവും എല്ലാം വിശദീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് കേട്ട് കഴിയുമ്പോൾ ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയാണെന്ന് ആളുകൾ വിശ്വസിച്ചു പോകുന്നു. അല്ല, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? അത് സാമ്പത്തികം, അധികാരം, സ്ഥാനമാനങ്ങൾ, അതുവഴി നേടാൻ കഴിയുന്ന സമ്പത്താണ് അവർ ലക്ഷ്യം. ഇവരെല്ലാം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളവരാണല്ലോ. എങ്ങനെ അത് അറിയിച്ചെടുത്തു? സ്വത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യം, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി എന്നാണ് ബൈബിൾ പറയുന്നത്. അതല്ലാതെ എന്തിനാണ് ഭാരിച്ച സ്വത്ത് സ്വരൂപിക്കുന്നത്? അത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷം കാരണമാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കെ ഇവരിത് വായിക്കാഞ്ഞിട്ടാണോ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നത്? അത് ഒരിക്കലും ഒരു സുവിശേഷകന് ചേർന്നതല്ല. ഓക്കെ, ഇനി ചില ഉപദേശപരമായ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. ഒന്ന്, ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ. ശരിക്കും അവരാരാണ്? എന്താണ് അവരുടെ ആ ഒരു വിശ്വാസവും ആരാധന രീതികളും എങ്ങനെയാണ്? അതൊരു കൾട്ട് ഗ്രൂപ്പ് അല്ലേ? ദുരുപദേശകരല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അവരെ നമുക്ക് ക്രിസ്ത്യാനികളുടെ പട്ടികയിൽ പെടുത്താനാവില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ദൈവമായിട്ട് രക്ഷകനായി കണക്കാക്കുന്ന ആളുകളാണ്. അവരുടെ കൂട്ടമാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളാണ്. ക്രിസ്തുവിനെ ഒരു ദൂതന്മാരുടെ അവസ്ഥയിലേക്ക് തരം താഴ്ത്തുന്ന ഉപദേശത്തെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. റസല് തന്നെ ഒരു വ്യാജനായിരുന്നു എന്ന് വളരെ തെളിവുകളുണ്ട്.
അദ്ദേഹം കുറെ വ്യാജമായ അവകാശവാദങ്ങൾ മുടക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെ പ്രത്യേക ബൈബിളുണ്ട്. വാച്ച് ടവർ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് പേരിൽ അവര് പരിഭാഷപ്പെടുത്തി അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കത്തക്ക നിലയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ധാരാളം തെളിവുകളുണ്ട്. പിന്നീട് ഈ യേശുനാമക്കാരെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? യേശുനാമക്കാർ എന്ന പേര് പലതരത്തിലുണ്ട്. ഇവിടെ രണ്ടു തരം പ്രധാനപ്പെട്ട യേശുനാമക്കാരുണ്ട്. അപ്പോസ്തോലിക അല്ലെങ്കിൽ ACP എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റേ യുണൈറ്റഡ് ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. ആ രണ്ട് വിഭാഗക്കാർ യേശു കർത്താവിനെ ദൈവത്വം അംഗീകരിക്കുന്നു, പക്ഷെ തൃത്വം അംഗീകരിക്കുന്നില്ല. അതായത് 3 വ്യക്തികളെ അവർ അംഗീകരിക്കുന്നില്ല. 3ഉം ഒരേ പദവിയിൽ സ്ഥാനങ്ങൾ ഉള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ ആളുള്ളവരാണ്, ഒന്നാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഏകത്വം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തൃത്വം എന്ന് പറയുന്ന ഒരു ഉപദേശം ബൈബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ആ പേരില്ലെങ്കിലും അതിന് വേണ്ടവോളം തെളിവുകൾ ബൈബിളിലുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവം എന്ന് തന്നെയാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത്? ദൈവത്വത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്ന് നാം പഠിപ്പിക്കേണ്ടി വരും. അതിന് തെളിവുകൾ വേണ്ടുവോളം ബൈബിളുണ്ട്. അതിന് ബൈബിളിന് വെളിയിൽ നമുക്ക് തെളിവ് കണ്ടെത്താൻ കഴിയില്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും. തെളിവുകളുണ്ട്. ഓക്കെ, അതൊരു വലിയ വിഷയമാണ്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം യഹോവ സാക്ഷികൾ, യേശുനാമക്കാര്, അപ്പം ഇവർ 2 കൂട്ടരും അതോടൊപ്പം ശാബതുകാരുടെ എന്താണ് ഉപദേശം? അതും വചനവിരുദ്ധമായ ഒരു ഉപദേശമല്ലേ? വചനവിരുദ്ധമായ ഉപദേശം കൂടി ഉണ്ട്. അവര് പറയുന്നത് 7th ഡേ അല്ലെങ്കിൽ 7ാമത്തെ ദിവസത്തിൽ മാത്രം ആരാധിക്കണമെന്നാണ്. അഥവാ ശനിയാഴ്ച. അതിന് പഴയ നിയമത്തിലെ തെളിവുകൾ അവർ ഹാജരാക്കുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ശനിയാഴ്ച വിശ്വാസികൾ ആരാധിച്ച ഒരു തെളിവുമില്ല. ആഴ്ചവട്ടത്തെ 1-ാം നാൾ ആരാധിച്ചു എന്ന് വ്യക്തമായി പരാമർശിച്ചിരിക്കെ ശാബത്ത് അല്ലെ യഹൂദന്മാരുടെ പിന്തുടർച്ചയായിട്ട് 7ാം ദിവസം ആരാധിക്കണം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. മാത്രമല്ല, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ക്രിസ്തുവിൽ ന്യായപ്രമാണം സാക്ഷാത്കരിക്കപ്പെട്ടു. ആ ന്യായപ്രമാണ പ്രകാരം ഇന്ന് ജീവിക്കാനാവില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല. മോശയ്ക്ക് പോലും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ് അത് പാലിച്ച് ശരിയാണ്. അപ്പോസ്തലന്മാരാരും ന്യായപ്രമാണ പ്രകാരം ജീവിച്ചിട്ടില്ല. അത് സാധ്യവുമല്ല. പിന്നെ ആ ന്യായപ്രമാണ പ്രകാരമുള്ള ജീവിതം വേണം എന്ന് ശഠിക്കുന്ന ശാബത്തുകാരുടെ ഉപദേശം നമുക്ക് സ്വീകാര്യമല്ല. സാർ, എന്തായാലും ഇത്രയും സമയം സാറിനോട് സാറിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും ഈ ഉപദേശങ്ങളെക്കുറിച്ചും ഒന്ന് കേൾക്കാൻ കഴിഞ്ഞതും ചോദിക്കാൻ കഴിഞ്ഞതും പഠിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇനി അടുത്ത നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, ഞാനത് പിന്നീട് ചോദിച്ചോളാം. അപ്പോൾ ഇത്രയും സമയം സാർ ഇത് അനുഭവിച്ചു തന്നതിലുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. ദൈവം സാറിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ഒന്ന് ഇൻ്റർവ്യൂ അങ്ങേക്ക് എൻ്റെ നന്ദിയും അറിയിക്കുന്നു.